പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. അവധിക്കാലം ഒരു മാസം പിന്നിടുകയാണ്. ഇനി നമ്മുടെ മുൻപാകെ ഉള്ളത് തീർച്ചയായും മെയ് മാസം. ചിലപ്പോൾ മെയ് പകുതിയോടെ ചില കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചേക്കാം. എന്നാലും പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർക്കേണ്ട ഒരു കൊച്ചു കാര്യം പറഞ്ഞോട്ടെ. പുസ്തകങ്ങൾ വായിക്കുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാർ സമയം കണ്ടെത്തണം. ഒരു സംശയം വേണ്ട, അത് ഈ അവധിക്കാലത്തായാലും അല്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പുസ്തകം വായിക്കുവാനായി കുറച്ചു നേരം കണ്ടെത്തുക വളരെ നല്ല കാര്യമായിരിക്കും. പുസ്തകം വായിച്ചാൽ മാത്രം പോരാ, അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുവാൻ കൂടി ഒരു ഡയറി ക്രമീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തെന്നാൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മലയാളം, ഇംഗ്ലീഷ് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം. ഏത് പുസ്തകം വായിച്ചാലും അതിലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ, ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ ഒക്കെ ഒന്ന് കുറിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുവാൻ നമുക്ക് കഴിയണം. വായനയില്ലെങ്കിൽ നമ്മുടെ അറിവ് പരിമിതമായി പോകും. അതുകൊണ്ട് വായിക്കാൻ മടിക്കണ്ട പ്രിയപ്പെട്ട കൂട്ടുകാർ. ഈ അവധിക്കാലത്ത്, ഈ മെയ് മാസത്തിൽ നമുക്കൊരു ടാസ്ക് ആരംഭിക്കാം. ഒരു ചലഞ്ച്. നമുക്ക് കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കാം. വലിയ വിഷമമായിട്ട് എടുക്കണ്ട, വളരെ പോസിറ്റീവായി നമുക്ക് ചിന്തിക്കാം. നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. നാളെ ലോക പുസ്തക ദിനമാണ്. ഏപ്രിൽ മാസം 23-ാം തീയതി ലോക പുസ്തക ദിനമാണ്. ഈ ലോക പുസ്തക ദിനത്തിൽ മക്കൾക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാം. എല്ലാ പ്രിയ മക്കൾക്കും ലോക പുസ്തക ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.